CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിലൂടെ പത്തനംതിട്ടയിൽ വിജയക്കൊടി പാറിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. ഭൂരിപക്ഷം കുറയുമെങ്കിലും മണ്ഡലം നിലനിർത്താനാകുമെന്ന് UDF പ്രതീക്ഷ വെക്കുമ്പോൾ സർവേ ഫലങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ. 2009 മണ്ഡലം രൂപീകരിച്ചതു മുതൽ ആന്റോ ആന്റണിയാണ് പാർലമെന്റിൽ പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചത്. എന്നാൽ ഇത്തവണ മണ്ഡലം മാറി ചിന്തിക്കുമെന്നാണ് LDFന്റെ കണക്കൂട്ടൽ. പോളിംഗിൽ വന്ന ഇടിവ് LDFന് അനുകൂലമാണെന്നും കരുതുന്നു. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലവും LDFന് ഒപ്പമാണ്. ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF ഭരണസമിതിയാണ് ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായത് കിഫ്ബി പദ്ധതികൾ തന്നെ. ഇത് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. പത്തനംതിട്ട നല്ല രീതിയിൽ LDF ജയിക്കുന്നതായിരുന്നു വിലയിരുത്തൽ. കഴിഞ്ഞൊരു മാസത്തിനിടയിൽ നാട്ടിലുള്ളവരോട് സംസാരിച്ചു നമ്മൾ അന്ന് നടത്തിയ വിലയിരുത്തലിൽ നിന്ന് ഒരു ഭേദഗതിയും വരുത്തുന്നതിനാവശ്യമായ ഒരു തെളിവും കണ്ടിട്ടില്ല. എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MP-യും ആന്റോ ആന്റണിക്ക് ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF നേരിട്ട വലിയ പ്രതിസന്ധികളിലൊന്ന് ഇതുതന്നെയായിരുന്നു. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുമെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഞങ്ങൾ 100% പൂർണ്ണമായ വിജയപ്രതീക്ഷയിലാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കളത്തിലിറക്കിയെങ്കിലും കാര്യമായ മുന്നേറ്റം പ്രചരണ രംഗത്ത് BJPക്ക് നേടാനായില്ല. എങ്കിലും NDAയ്ക്കും മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.